നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സഭ തുടങ്ങിയത് മുതൽ പിണറായി വിജയന് അടിയോടടിയാണ്. ഇതുപോലെ ഒരു കഴിവില്ലാത്ത മുഖ്യമന്ത്രി കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ള പരസ്യ പ്രഖ്യാപനങ്ങളൊക്കെയാണ് സഭയിൽ ഉണ്ടാകുന്നത്. ഇരട്ടച്ചങ്കനെന്ന് വെറുതെ ഷോ ഇറക്കുകയും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ഓടി ക്ലിഫ് ഹൗസിലെ കട്ടിലിനടിയിൽ കയറുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നും പരിഹാസം ശക്തമാണ്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ആ സ്ഥാനത്തിരിക്കാതെ രാജിവെച്ച് പുറത്തു പോകൂ, അവിടെ ഒരു വാഴ നടു എന്നൊക്കെയാണ് ഇപ്പോൾ സഭയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പരിഹാസങ്ങൾ. പിണറായി വിജയൻ തലയും കുനിച്ചിരിക്കുകയാണ്. ഇറങ്ങി ഓടിയാൽ അത്രയും നല്ലത് എന്ന ഒരു മനോഭാവത്തിലാണ് പിണറായി സഭയിൽ ഉണ്ടായിരുന്നത്. നെന്മാറയിലെ ഇരട്ട കൊലപാതകം, പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമം എന്നിവയടക്കം സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസ് പരാജയപ്പെട്ടുവെന്നാരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അതേസമയം നെന്മാറ ഇരട്ട കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടും നടപടികളിൽ വീഴ്ച വരുത്തിയതിന് നെന്മാറ പോലീസ് ഇൻസ്പെക്ടർ മഹേന്ദ്രസിംഹനെ സസ്പെൻഡ് ചെയ്തുവെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയവർക്കെതിരെ പോലീസ് ലാത്തി വീശിയ സംഭവത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പരാമർശിച്ചു. സംഭവത്തിൽ തെറ്റായ നടപടി സ്വീകരിച്ച പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI ജിനുവിനെയും പോലീസ് ഉദ്യോഗസ്ഥരായ ജോബിൻ, അഷ്ഫാഖ്, റഷീദ് എന്നിവരെ സസ്പെൻഡ് ചെയ്തതായും മുഖ്യമന്ത്രി പറഞ്ഞു. പരാതികളിൽ ശരിയായ രീതിയിലല്ലാതെ നടപടികൾ സ്വീകരിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇത്തരം സംഭവങ്ങളെ പൊതുവൽക്കരിച്ച് പോലീസിനെതിരായ പ്രചാരണം നടത്തുന്നത് ശരിയല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നോട്ടീസിൽ ഉന്നയിച്ച 2 വിഷയങ്ങളിലും ആരോപണ വിധേയരായവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അതിനാൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും മുഖ്യമന്ത്രി തിരികെ മറുപടി കൊടുക്കുകയായിരുന്നു. കൊലക്കത്തികളിൽ നിന്ന് മനുഷ്യജീവന് സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധം പോലീസ് സംവിധാനം നോക്കുകുത്തിയാകുമ്പോൾ ആര് തുണയാകുമെന്ന് മലയാളികൾ നെടുവീർപ്പിടുന്ന അവസ്ഥയിലാണ് കേരളമെന്ന് N ഷംസുദ്ദീൻ പറഞ്ഞു. നെന്മാറയിലെ ഇരട്ടക്കൊലയ്ക്ക് കാരണം പോലീസിന്റെ വീഴ്ചയാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. കേരളം അക്രമത്തിനും വെട്ടിനും കുത്തിനും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ദിവസവും ഉണ്ടാകും ഇതുപോലത്തെ ഒരു കേസ്. പോലീസിന്റെ വീഴ്ചയാണ് ഇതിനെല്ലാം കാരണമെന്ന് സഭയിൽ ശക്തമായ ആരോപണമാണ് പിണറായിക്ക് നേരെ വന്നത്. പോലീസിനെ പറഞ്ഞതോടെ ആഭ്യന്തരമന്ത്രിക്ക് മോങ്ങാനല്ലാതെ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല. ഒരു വിഭാഗം ഗുണ്ടാ പോലീസുകാർ സേനയ്ക്കുള്ളിലുണ്ട്. അവർക്കെതിരെ പോലും നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് ഭയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.